നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? രശ്മി ഷിജോ. ചേച്ചി ഇവിടെ വാർഡ് മെമ്പർ അല്ലേ? അതെ അതെ. ഏത് വാർഡിലാ? 2. BJP മെമ്പറാണ്. അതെ. ചേച്ചി ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വരികയാണ്, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സജീവമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? തീർച്ചയായിട്ടും ഞങ്ങൾ ഏകദേശം ഒരു മാസത്തിലധികമായി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം മുതൽ എല്ലാവരും വളരെ ശക്തമായിട്ട് ഇനി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ അക്കം കൂട്ടിയിട്ടാണ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇത്തവണ എങ്ങനെയാണ് വലപ്പാട് പഞ്ചായത്ത് BJPക്ക് പിടിക്കാനുള്ളൊരു സാഹചര്യമുണ്ടോ, അവസ്ഥയുണ്ടോ? തീർച്ചയായും വലപ്പാട് പഞ്ചായത്ത് BJP പിടിക്കണമെന്നുള്ള ആക്കത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏകദേശം 6-ലധികം വാർഡുകൾ, 9-ലധികം വാർഡുകൾ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് പ്ലേസിലുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 3 മെമ്പർമാരും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി സാറിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞു. SGയിൽ വലിയൊരു മുന്നേറ്റം നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ മെമ്പർമാർ അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും MP നമുക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ചെയ്തു തരുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ വലപ്പാട് പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. അത് ഈ ജനങ്ങൾക്കിടയിലേക്ക് കൂടെ കടന്നു ചെല്ലുമ്പോൾ BJPയിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചേച്ചി ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന 25 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണല്ലോ വലപ്പാട്. ഇപ്പോൾ നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ ഒപ്പം അവിടെ ഒരു മെമ്പറായിട്ട് കയറുകയാണ്, BJP മെമ്പറായിട്ട്. അപ്പോൾ ഇത്രയും നല്ലത് കഴിഞ്ഞ 5 വർഷത്തെ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അനുഭവം ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്? ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു അവരുടെ ആദർശത്തിൽ അവരെ മുറുക്കി പിടിച്ചുകൊണ്ട് അവരുടെ ഒരു ധാർഷ്ട്യത്തിനനുസരിച്ച് കൊണ്ട് അവർക്കാണ് ബലം കൂടുതൽ. ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ 12 മെമ്പർമാരാണ് അവരുള്ളത്. ആകെ 20 വാർഡുകൾ. അതിൽ 5 കോൺഗ്രസ്, ബാക്കി 3 BJP മെമ്പർമാരാണ്. അപ്പോൾ ഈ 12 പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നുള്ളൊരു ധാർഷ്ട്യം അവരുടെ എല്ലാ മീറ്റിങ്ങുകളിൽ അവർ കാണിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവരെ സമീപിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം പ്രതിഷേധ പ്രകടനങ്ങളും പ്രശ്നങ്ങളും കമ്മിറ്റിയിൽ നേരിട്ടിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടാനായിട്ട്. അത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രാവശ്യം പറഞ്ഞാൽ അവരവരുടെ പാർട്ടിയിൽ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആളുകൾക്ക് കൂടുതൽ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് 2ാം വാർഡ് ഏകദേശം 40 വർഷത്തിന് ശേഷം ആണ് ഇപ്പോൾ BJP പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു തവണ മാത്രമാണ് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും അത് BJPക്ക് തിരിച്ചു കൊടുക്കില്ല എന്നുള്ളൊരു ആക്കത്തിലാണ് അവർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കയറിയ അന്ന് മുതൽ തന്നെ നമുക്ക് അവർ ഇനി ഒരിക്കലും BJPക്ക് ഈ വാർഡ് കൊടുക്കരുത്, അതുകൊണ്ട് ഇനി അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മളെക്കൊണ്ട് ആകാവുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി നമ്മളത് തിരിച്ചു പിടിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ശുചിത്വം അത് മൊത്തം പഞ്ചായത്തിലുള്ളതാണ്. ശുചിത്വ മിഷൻ്റെ അണ്ടറിൽ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ടോയ്ലറ്റ് നിർമ്മാണത്തിന് ചെറിയൊരു ഫണ്ട് അനുവദിച്ചിരുന്നു, 15,400 രൂപ. അത് എല്ലാ വാർഡിലെയും 3 ഗുണഭോക്താക്കൾക്കാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഏകദേശം 1 വർഷം എടുക്കുന്നു. ചെയ്തു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ശുചിത്വ മിഷൻ്റെ ഫണ്ട് പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഈ ബാത്റൂമിൻ്റെ പ്രവർത്തനം കഴിച്ചു വെച്ചത്. അവർ പല സ്ഥലങ്ങളിൽ നിന്നും പലിശയ്ക്ക് എടുത്തുകൊണ്ട് ചെറിയ തുകയാണെങ്കിൽ പോലും അവർ അന്നത്തെ അന്നത്തിന് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഫെസിലിറ്റി ഇത് കൊടുത്തത്. ഒരുപാട് പേരിൽ ഈ ടോയ്ലറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു. അവരുടെ ടോയ്ലറ്റ് വളരെ ശോചനീയാവസ്ഥയിലുള്ളവരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇത് കൊടുത്തിട്ട് പോലും ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു 3,400 രൂപ അവർക്ക് കൊടുത്തത്. അപ്പോഴും ശുചിത്വ മിഷൻ്റെ ഫണ്ടായിട്ടുള്ള 12,000 രൂപ അപ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് കമ്മിറ്റിയിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്, പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതിനുശേഷം 3 കമ്മിറ്റി കഴിഞ്ഞിട്ടും ഇതുവരെയും ഫണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വാർഡിലിറങ്ങി നടക്കുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അവരെ എന്തായി മോളെ ഫണ്ട്, എന്തായി മെമ്പറെ ഫണ്ട് എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് നമ്മൾ പല കാരണങ്ങളും പറഞ്ഞ് ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെങ്കിൽ പിന്നീട് അവരുടെ മനസ്സും അവരുടെ ദേശീയ സ്വഭാവത്തിലുള്ള ആക്രോശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇന്ന് വരെയും ആ ഫണ്ട് കയറിയിട്ടില്ല. ചേച്ചി, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് CPM ഒരു ശക്തി കേന്ദ്രമാണ് വലപ്പാട്.
അവർ 25 വർഷമായിട്ട് ഭരിക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ ഈ ശക്തി കേന്ദ്രത്തിൽ അത്ഭുതകരമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് സുരേഷ് ഗോപി ഉണ്ടാക്കിയത്. അത് നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? അത് നിലനിർത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എം പിയുടെ ഈ ഒരു മുന്നേറ്റം, എം പിന്നെ പലതരത്തിൽ പല രീതിയിൽ ട്രോളുകളിലൂടെയൊക്കെ അദ്ദേഹത്തെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവർ തീർച്ചയായും ഒരു എം പി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ എല്ലാവരുടെയും എം പിയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളെ മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു എം പി നമുക്കുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എം പിമാരെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. എത്ര ഫണ്ടുകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അത്യാവശ്യം 1-2 ഹൈ മാസ്റ്ററുകൾക്കോ മിനി മാസ്റ്റർ വെച്ച് കൊടുത്തുകൊണ്ട് അവരുടെ 5 വർഷത്തെ കാലാവധി കഴിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ വലപ്പാട് പഞ്ചായത്തിലൊരു വികസനം വരുത്തണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിലൊരു വികസനം വരുത്തണമെന്നോ എന്നുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനമൊന്നും കഴിഞ്ഞ കാലത്തെ എം പിമാർ ഉണ്ടായിട്ടില്ല. പക്ഷേ സുരേഷ് ഗോപി എം പി ആയി വന്നതിന് ശേഷം വലിയൊരു മാറ്റം മലപ്പാട് തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പേർക്ക്, ഇപ്പം ഞങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു ഒരുപാട് അപേക്ഷകൾ അദ്ദേഹത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ കിയോസ്ക് അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ഹൈ മാസ്റ്ററുകൾക്ക് മിനി മാസ്റ്ററുകൾക്ക് അംഗനവാടികൾ അതുപോലെ തന്നെ കുടിവെള്ളം എന്നുള്ളത് വളരെ ശക്തമായിട്ട് നമ്മൾ അനുഭവിച്ച ആ കുടിവെള്ള ക്ഷാമം വളരെ ശക്തമായിട്ട് പലപ്പാട് പഞ്ചായത്തിൽ ഒരുപാട് വാർഡുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങളൊരു പദ്ധതി കൊണ്ടുവരാനായിട്ട് ഞങ്ങളൊരു മാസ് പെറ്റീഷൻ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ജലസംഭരണി പണിത് തന്നുകൊണ്ട് പൈപ്പ് ലൈൻ ഇട്ട് തരാം എന്നുള്ളൊരു ഒരു വ്യക്തത അദ്ദേഹം തന്നിട്ടുണ്ട്. അതിൻ്റെ പാസ്സായിട്ടില്ല. തീർച്ചയായും വലിയൊരു കാര്യമാണ്. വളരെയധികം കുടിവെള്ള ക്ഷാമം ഒരുപാട് പേര് ഏറ്റവും അത്യാവശ്യം മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. വലിയ ബുദ്ധിമുട്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഏകദേശം കാലവർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9 മാസത്തോളമൊക്കെ കാലവർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം കിട്ടാനായിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് വീടിന് ചുറ്റും വെള്ളക്കെട്ടായിട്ട് തോടിൻ്റെ കൃത്യമായിട്ടുള്ള സംരക്ഷണം മലപ്പാട് പഞ്ചായത്തിൽ നടക്കാത്തത് കൊണ്ട് തന്നെ വീടിന് ചുറ്റും ഇപ്പോൾ എനിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന രശ്മി, അവരുടെ വീടും ഒരുപാട് ഇപ്പം ഞങ്ങളിത് പറയുകയായിരുന്നു, മുട്ടിന് വരെ വെള്ളം താണ്ടിക്കൊണ്ട് വേണം അവർക്ക് വീടിനകത്തേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കാലവർഷം തുടങ്ങിയിട്ട് ഏകദേശം മെയ് മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ കാലവർഷം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒക്ടോബറോടുകൂടി കാലവർഷം അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയും കാലം വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോകാത്തത് കൊണ്ട് തന്നെ തോടുകളുടെ സംരക്ഷണം കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളക്കെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖല, അതോടൊപ്പം തന്നെ കുടിവെള്ള ക്ഷാമം കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. വലപ്പാട് 1-ാം വാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വടക്കൻ മേഖലയിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. 1-ാം വാർഡ് ഒരുപാട് ശക്തമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഇത്തവണ ഒരു മാറ്റം ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വലിയ വികസന പദ്ധതികൾ ഞങ്ങൾക്ക് ഊന്നൽ നൽകാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പദ്ധതികൾ ഞങ്ങൾ പുതിയ തരം പദ്ധതികൾ, അതായത് ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് ഒക്കെ അവരുടെയൊക്കെ ഉന്നമനത്തിനായിട്ട് കൂടുതൽ ശക്തമായ രീതിയിലുള്ള വികസന പദ്ധതികൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വാസമുള്ള പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പദ്ധതികൾ ഒരുപാട് മനസ്സിലുണ്ട്. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലകൾ പല സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് സ്വയം തൊഴിൽ സംരംഭത്തിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഒരുപാട് വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ തന്നെ വീടിനകത്ത് അകപ്പെട്ടുകൊണ്ട് അവരെ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരുപാട് വീടുകളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അവരെയൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് നല്ല സംരക്ഷണം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കാനുള്ള എല്ലാ പദ്ധതികളും നടത്തണമെന്ന് വിചാരിക്കുന്നു. ചേച്ചി നമസ്കാരം. രശ്മി. ചേച്ചി, ഇത്തവണ എങ്ങനെയാണ് വലപ്പാട് പഞ്ചായത്തിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്? മാറ്റം ഉണ്ടാവണം. പോക്ക് നല്ല രീതിയിലാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതിനുള്ള വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. വോട്ട് ചേർക്കൽ എല്ലാ വാർഡുകളിലും നമ്മൾ വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചേർത്തലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും മാറ്റം വരണം. ഇവരുടെ ആ ഒരു കുത്തക ഒന്ന് അവസാനിക്കണം. നമ്മളെ വാർഡിലൊക്കെ മെമ്പർ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ.
ഞങ്ങളൊക്കെ വെള്ളക്കെട്ടിൽ ഒരു മാസത്തിൽ കൂടുതലായി ഇപ്പോൾ വെള്ളക്കെട്ടിൽ ജീവിക്കുന്നു. അത് ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ തോട് പോകുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ പണിയുക, കുറച്ച് ഇടവിട്ട് കുറച്ച് ഭാഗം പണിയുക. അപ്പോൾ വെള്ളം അങ്ങനെ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തൊഴിലുറപ്പുകാർ വൃത്തിയാക്കിയെങ്കിലും കൂടിയിട്ട് അത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നം. യെസ്, വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുന്നത് ആ വെള്ളക്കെട്ടിൻ്റെ രൂക്ഷമായ വെള്ളക്കെട്ടും. അത് എന്നിട്ടിപ്പോൾ ഞങ്ങൾ വീട്ടുകാർ തന്നെ പോയിട്ട് തോട് ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിന് ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ വലിയ കാനയാണെങ്കിലും കൂടിയിട്ട് കുറച്ചങ്ങോട്ട് തെക്കോട്ട് പോകുമ്പോൾ ചെറിയ കാനയാണ്. അപ്പം വെള്ളം പോകുന്ന സ്പീഡും കുറയും. ഇത് പഞ്ചായത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണമാണ്? അവരിപ്പോൾ ഞാൻ തോടിൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ അവിടെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ഗ്യാപ്പിട്ടിട്ട് ചെറിയ കഷ്ണം തോട് അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ പോക്ക് ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വെള്ളക്കെട്ട്. ഞങ്ങളിപ്പോൾ ഒരു 3-4 വീട്ടുകാർ വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടിൻ്റെ ഭാഗമായിട്ട്. മാറ്റം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. മാറ്റം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, അത് ഉറപ്പാണ്. ഞങ്ങളൊക്കെ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും.